അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന കമൻറ്റിനും ലൈക്കിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ സഹകരണം അതുപോലെ തന്നെ എനിക്ക് ഇനിയും വേണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കലക്കിപ്പാർന്ന ദോശയാണ് കേട്ടോ. അതും പിന്നെ തലേ ദിവസം കുറച്ച് കറി ബാക്കിയുണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. മസാലക്കറി അതും കൂടി ചൂടാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാലഡ് റെഡിയാക്കാണ്. ചെറിയൊരു പീസ് കുക്കമ്പറും സവാളയും പച്ചമുളകും കൂടി തൈരൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇത് അവർക്ക് നല്ല ഇഷ്ടമാണ്. വേറെ ഒരു കറിയും വേണ്ടട്ടോ, അങ്ങനത്തെ സാലഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഇതാണ് അവർക്കൊന്ന് ഉച്ചക്കലേക്ക് കൊടുത്തു വിടുന്നത്. പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാൻ കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തലേന്ന് വെച്ച മോരുകറി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ കറികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് അടുക്കളയിൽ പണികളൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഞാൻ പിന്നെ പെട്ടെന്ന് കുടിവെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുടിവെള്ളം എടുക്കുന്ന പണികളെല്ലാം തീർത്ത് വെക്കും. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാകും. മാത്രമല്ല ഒരു കടലിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ വെള്ളം എടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വെള്ളം കൊണ്ടുവരുന്ന ജോലിയൊക്കെ തീർത്ത് വെക്കണ്ട. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം മുറ്റമടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മോളിനെ സ്കൂളിലേക്ക് ആക്കിയതിന് ശേഷം മാത്രമേ മുറ്റമടിക്കാൻ നിൽക്കുള്ളൂ. അതുവരെ കുറച്ച് തിരക്കാണ് കേട്ടോ. അപ്പോൾ അവളുടെ വണ്ടി 8:15 എത്തി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 8:15 അവളുടെ വണ്ടിയൊക്കെ വന്നു. അപ്പോൾ അവൾ അങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ വേഗം ഞാൻ മുറ്റമടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതൊരു 8:30 ആയിട്ടാണ്. പിന്നെ എനിക്ക് നല്ല വിശപ്പായി തുടങ്ങി. പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന് വയറ് കാഴ്ച ഉണ്ടാകും കേട്ടോ. ഒരു 8-8:30 ആകുമ്പോഴേക്കും ഞാൻ വേഗം കഴിക്കും. അപ്പോൾ ഇതൊക്കെ സ്പീഡിൽ തന്നെയാണ് കേട്ടോ കഴിക്കലൊക്കെ. കാരണം 9:30 ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ പണികളും പെട്ടെന്ന് തീർക്കണമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതും പെട്ടെന്ന് ആകുമൊക്കെ ഒന്ന് എല്ലാവരും ഫുൾ അടിച്ച് വാരി വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഈ സമയം ആദിലിനെയും അയ്യാനെയൊക്കെ ഞാൻ പുറത്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അകത്ത് കയറിക്കൊണ്ടേയിരിക്കും. അയ്യാൻകുട്ടിനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അത്ര നേരം അകത്ത് വായോ എന്ന് പറഞ്ഞ് വിളിച്ചാവാൻ വരില്ല. നമ്മൾ ഈ തുടയ്ക്കാൻ നിൽക്കണ നേരത്ത് നോക്കി അവൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അകത്തേക്ക്. അപ്പോൾ തുണികളൊക്കെ ഞാൻ നേരത്തെ തന്നെ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാലെടുക്കാനൊക്കെ പോയി വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ അന്ന് ഉച്ചക്കിലേക്ക് ഞാൻ കുറച്ചൊരു മുട്ട അങ്ങനെ പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ മുട്ട സാധാരണ പൊരിക്കുന്ന പോലെ ഒരു തോരൻ പോലെ ആക്കിയെടുക്കാനാണ്. കുറച്ച് സബോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോഴേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി കേട്ടോ. പച്ചമുളക് അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി ഉടനെ തന്നെ 2 കോഴിമുട്ട ഞാൻ ഉടച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഇളക്കാതെ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി എടുക്കുള്ളൂ കേട്ടോ. അപ്പോഴാണ് അതിൽ ശരിക്കും മുട്ടൻ്റെ ഒരു പീസൊക്കെ നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മസാലകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ നടുവ് കുഴി ഉണ്ടാവില്ല, ആ ഭാഗത്താണ് ഞാൻ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എണ്ണൻ്റെ ഒരു അംശമൊക്കെ ആ കുഴിഞ്ഞ ഭാഗത്ത് നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇങ്ങനെ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചിക്കി ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് മുളക് വറുത്തതും ഉണ്ട്, സലാഡും ഉണ്ട്, പിന്നെ മുട്ടത്തോരനും ഉണ്ട്. തലേ ദിവസത്തെ മോര് കറിയാണ് കേട്ടോ. കുമ്പളങ്ങയും ചേമ്പും കൂടി ഇട്ട് വെച്ച കറിയാണ്. അപ്പോൾ ഞങ്ങളിത് ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ. ഇതിപ്പോൾ വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ്, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോൾ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ ഉച്ചക്കലത്തെ വെച്ചതും ഓരോന്ന് ഉപയോഗിക്കാനെടുത്ത എല്ലാ പാത്രങ്ങളും ഉണ്ട്. ഫുൾ പെറുക്കിയിട്ട് പുറത്തിട്ടിട്ട് ഞാൻ എല്ലാം അങ്ങോട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലെല്ലാം ഫുൾ കഴിഞ്ഞു. പിന്നെ ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കണ്ട, ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടക്കും. അല്ലാതെ പറ്റില്ല കേട്ടോ, നല്ല ബോഡി പെയിനൊക്കെ നമുക്ക് ഉണ്ടാകും. നേരത്തെ എണീറ്റ് പോകുന്നതും അല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് പിന്നെ രാത്രിയാണ്. അപ്പോൾ ആദിലിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ജലചക്രം വേണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വാപ്പ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഇത്. ഇത്രയും നേരം വീഡിയോ കൊണ്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.